ബാക്ക്. അപ്പം ഇന്ന് ഞാൻ ഒരു എക്സ്പെൻസീവ് ഷോപ്പിംഗ് ഹാൾ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് ഓൺലൈൻ ഷോപ്പിംഗ് ഹാൾ അല്ല, ഞങ്ങൾ ഇൻ സ്റ്റോർ പോയി പർച്ചേസ് ചെയ്ത ഐറ്റംസ് ആണ്. അപ്പോൾ ക്രിസ്മസും ന്യൂ ഇയർ ആയിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടി, ഗിഫ്റ്റ്സ് ഷെയർ ചെയ്യാൻ വേണ്ടി അങ്ങനെ ഞങ്ങൾ കുറച്ച് ഐറ്റംസ് പർച്ചേസ് ചെയ്ത് അപ്പോൾ അത് നിങ്ങളോടും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോസ് എൻജോയ് ചെയ്യുക. എപ്പോഴും അഫോർഡബിൾ ഷോപ്പിംഗ് ഹാളും പിന്നെ ആമസോൺ ഹാളൊക്കെ അല്ലേ ചെയ്യണം. അപ്പം ഇതും നിങ്ങൾ കാണാം കേട്ടോ, ഫുൾ ഇരുന്ന് കാണണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സാക്കൂൻ്റെ ഗിഫ്റ്റ്, ഇപ്പം ഞാൻ വന്നിട്ട് വീഡിയോ എടുക്കണം കേട്ടോ. അപ്പോൾ സാക്കൂന് ഒരു ബാൻഡ് സെറ്റിൻ്റെ ഒരു ഐറ്റം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവന് കൊടുത്തു വിട്ടോട്ടെ, അപ്പോൾ അവൻ ഹാപ്പി ആയിക്കോളും. അവൻ ഹാപ്പിയായി. സോ ഇനി ഓരോന്നായിട്ട് തുടങ്ങാം. ഫസ്റ്റ് നമുക്ക് പെർഫ്യൂമിൽ തുടങ്ങാം കേട്ടോ. കാർലിൻ ഹെറാഡയുടെ ഒരു ബാഡ് ബോയ് പെർഫ്യൂമാണ് ഇത്, ബാലൂണ് വാങ്ങിച്ചേക്കണേന്. ഇത് കാണാൻ തന്നെ എന്ത് രസം. ഫസ്റ്റ് ഞങ്ങൾ ബാലു പോയിട്ട് ഇതാണ് അടിച്ചത്. അപ്പം തന്നെ ഞാൻ പറഞ്ഞ എടുത്തോ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ സ്മെല്ലെന്ന് കാണാനും നല്ല ലുക്ക്, അതേപോലെ സ്മെല്ലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം നെക്സ്റ്റ് നമുക്ക് എന്തിൽ തുടങ്ങും? നെക്സ്റ്റ് എനിക്ക് വാങ്ങിച്ചതിൽ തുടങ്ങാം. അപ്പം എനിക്ക് മൈക്കൽ കോഴ്സിന്ന് ഒരു ഹാൻഡ് ബാഗ് പർച്ചേസ് ചെയ്തു. അപ്പം ഞാൻ കഴിഞ്ഞ വർഷം ഇതേപോലെ ക്രിസ്മസിന് ഗസ്സിൻ്റെ ഒരു ബാഗായിരുന്നു പർച്ചേസ് ചെയ്തത്. ഈ പ്രാവശ്യം അപ്പം ഞാൻ വിചാരിച്ചത് മൈക്കൽ കോഴ്സിൻ്റെ ഈ ടൈം വാങ്ങിക്കണം എന്ന്. ദൈവം സഹായിച്ച് അത് വാങ്ങിക്കാൻ പറ്റി. പിന്നെ അതങ്ങോട്ട് വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഷോപ്പിംഗ് ചെയ്യാറുണ്ട്, പക്ഷേ ഈ പ്രാവശ്യത്തെ ഷോപ്പിംഗ് ഇങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഇത്രയും ഷോപ്പ് ചെയ്യാൻ പറ്റുമെന്ന്. നമ്മൾ വർക്ക് ചെയ്യുമ്പം നമ്മുടെ നമുക്ക് എൻജോയ്മെന്റ് ഇവിടെ ലണ്ടനിൽ. കാര്യം നാട്ടിലാണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ, ഇപ്പം ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോകാം, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എൻജോയ്മെന്റ് ഇതേപോലെ ഷോപ്പിംഗ്, ഫുഡ് കഴിക്കാൻ പോകുന്നത് ഞങ്ങൾ ഒരുമിച്ചുള്ള നേരങ്ങളാണ് ഞങ്ങൾക്ക് എൻജോയ്മെന്റ് ആയിട്ട് തോന്നുന്നത്. അപ്പം ഇത് ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ഞങ്ങൾ ഇപ്രാവശ്യം വാങ്ങിച്ചതാട്ടോ. സത്യം പറഞ്ഞാൽ ഇത്രയും പർച്ചേസ് ചെയ്തത്. അപ്പം മൈക്കൽ കോഴ്സിൻ്റെ ഈ ഒരു ബാഗാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കാൻ കാണിക്കേണ്ട ആവശ്യം നോക്കട്ടെ. ഇതെനിക്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അത് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് ബാഗ്, ഞാൻ ഒരു ബാഗ് പേഴ്സണൊന്നും അല്ല, ഞാൻ അങ്ങനെ കുറേ ബാഗും കാര്യങ്ങളൊന്നും വാങ്ങിക്കാറില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സത്യം പറഞ്ഞാൽ മേക്കപ്പ് തിങ്സ് ആണ്. പക്ഷേ മേക്കപ്പ് എപ്പോഴും വാങ്ങിക്കണമല്ലോ. ഞാൻ വിചാരിച്ചെന്നാൽ ഈ പ്രാവശ്യം ബാഗ് ഒന്ന് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല കാണാൻ നല്ല രസമുണ്ട് കേട്ടോ, എനിക്കിഷ്ടമായി ഇത്. അപ്പം അടുത്തത് ഇനി ഷൂസിലോട്ട് പോവാം. ആദ്യം ഞങ്ങൾ കയറിയത് സാക്കിന് ഷൂസ് നോക്കാനായിരുന്നു. അപ്പോൾ സാക്കിന് ഒരു അഡിഡാസിൻ്റെ ഷൂസ് വാങ്ങിച്ചായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട് ഒരു വൈറ്റ് ഷൂസ് കേട്ടോ അവന് വാങ്ങിച്ചത്. അപ്പം അവൻ്റെ ക്രിസ്മസ് ഗിഫ്റ്റ് ഇതും ആ ടോയും കൂടിയായിരുന്നു. നല്ല അഡിഡാസിൻ്റെ ഒരു ഷൂസാണ്. പിന്നെ ഒരു അഡിഡാസിൻ്റെ സോക്സും വാങ്ങിച്ചിട്ടുണ്ട്. ദാറ്റ്സ് ഇറ്റ്. അപ്പം ഇത് നമുക്ക് മാറ്റാം. നെക്സ്റ്റ് ന്യൂ ബാലൻസിൻ്റെ ഇത് ബാലൂന് കേട്ടോ, ബാലൂന് പർച്ചേസ് ചെയ്തതാണ്. നൈസ് അല്ലേ? ഇതൊരു വൈറ്റ് ആണല്ലോ എല്ലാവർക്കും പർച്ചേസ് ചെയ്തത്. ഇപ്രാവശ്യം സാക്കിനും ബാലൂനും നൈസ് ആയിട്ടുണ്ട്. ഇത് ബാലൂന് പർച്ചേസ് ചെയ്തത്. നെക്സ്റ്റ്, ഞാൻ ഒരു ഷൂ പേഴ്സൺ അല്ല, എന്നാലും അത്യാവശ്യം ഷൂ കളക്ഷൻസ് ഉണ്ട്. പക്ഷേ ഈ പ്രാവശ്യം വർക്കിന് വേണ്ടി വാങ്ങിച്ചതാട്ടോ. ഞാൻ അങ്ങനെ ഷൂസ് എനിക്കങ്ങനെ ഷൂസിനോടൊന്നും വലിയ താല്പര്യമില്ല. ഉള്ളതുപോലും ഞാൻ സത്യം പറഞ്ഞാൽ ഇടാറില്ല ഷൂസ്. അപ്പോൾ സ്കെച്ചേഴ്സിൽ നിന്ന് എനിക്കും ബാലൂനും വർക്കിന് പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റണ ഒരു ടൈപ്പ് ബ്ലാക്ക് വാങ്ങിച്ചിട്ടോ. അത് രണ്ടും നിങ്ങളെ കാണിച്ചു തന്നേക്കാം. ഇതെനിക്കാണ് കേട്ടോ, ജസ്റ്റ് വർക്കിന് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി. പിന്നെ അതാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും സ്കെച്ചേഴ്സിൽ നിന്ന് വാങ്ങിച്ചത്. ഇത് ബാലൂന്. ബാലൂന് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു കംഫോർട്ടായിരിക്കും സ്കെച്ചേഴ്സിൻ്റെ ഷൂസ്. പിന്നെ നെക്സ്റ്റ് രണ്ട് ബിനി ക്യാപ്പ് വാങ്ങിച്ച്. ഒരെണ്ണം ടിംബർലാൻഡിൽ നിന്നാണ്. ഇത് ഞാൻ എടുക്കും കേട്ടോ. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ബാലു തന്നെ വാങ്ങിച്ചതാണ്, ബാലുവിന് വേണ്ടി പർച്ചേസ് ചെയ്തതാണ്. പക്ഷേ
ബാലുവിന് ഇഷ്ടപ്പെട്ടത് ഞങ്ങൾ വേറെ ഷോപ്പിൽ പോയപ്പം അങ്ങനെ ബാലുവിന് ഇതാണ് ഭയങ്കര ഇഷ്ടമായത്. അപ്പം ഞങ്ങൾ ഒരു ബിനി ക്യാപ്പും കൂടി ബാലുവിന് വാങ്ങിച്ചു. അപ്പം ഇത് ഞാൻ എടുത്ത്. അടുത്തത് എന്തൊക്കെ ഓക്കെ. അടുത്തത് സത്യം പറഞ്ഞ ബാഗിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ബാഗിൻ്റെ ആവശ്യമില്ല, പക്ഷെ കണ്ടപ്പോൾ അത് വാങ്ങിക്കാൻ തോന്നി. ജോർദൻ്റെ എയറിൻ്റെ ഒരു ചെറിയൊരു ബാഗ്, വർക്ക് പ്ലേസിലൊക്കെ പോകാൻ. ഈ കളർ കാണുമ്പോൾ ബാലുവിന് അത്ര ഇഷ്ടമില്ല, ഒരു പിങ്ക്, ലൈറ്റ് പിങ്ക്, എനിക്കത് ഇഷ്ടപ്പെട്ടു. പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ എടുത്തേട്ടാ. ഈ ഒരു കുട്ടി പൗച്ച് ഫ്രീ ആട്ടോ ഇതിൻ്റെ ഒപ്പം. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഇത് കളറ് ബാലുവിന് ഇഷ്ടമില്ല, എനിക്ക് പക്ഷേ എനിക്ക് ഇഷ്ടമായി. പിന്നെ എന്താ, പിന്നെ ഞങ്ങൾ ന്യൂ ഇയറിന് ഡ്രസ്സും കാര്യങ്ങളും പർച്ചേസ് ചെയ്ത് അത് നിങ്ങൾ ന്യൂ ഇയറിന് ഞങ്ങൾ ഇടുമ്പോൾ കണ്ടാൽ മതി. പിന്നെ അങ്ങനത്തെ കുട്ടി കുട്ടി സാധനങ്ങൾ ഇത് പ്രൈമാർക്കിൽ നിന്നാണ് വാങ്ങിച്ചേക്കണം. കുറച്ച് അത്യാവശ്യം സാധനങ്ങളുണ്ട്. അപ്പം അത്രേ ഉള്ളെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചേട്ടന് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക, അതേപോലെ തന്നെ മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന അത്രയും നിങ്ങൾ എൻജോയും ചെയ്യുക. പിന്നെ ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ ഇത്രയും ഷോപ്പ് ചെയ്യാനും ഇത്രയൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ, വലുതായിട്ടൊന്നുമല്ല, ഇത്രയെങ്കിലും ഞങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അത്രയും ഹാർഡ്ഷിപ്പിലൂടെ ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത്രയും എത്തിയത്. പല പല കാര്യങ്ങൾ ക്രോസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും മാക്സിമം എന്താ പറയുക ഡൗൺ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ പോലും നിന്ന് ഫേസ് ചെയ്ത് എന്താ പറയുക ഓവർകം ചെയ്ത് വന്ന ഒരാളാണ് ഞാൻ. അത് ഡിപ്രഷനാണേലും ഞാൻ സാക്കിന് അവിടെ നിർത്തിപ്പോയി. കഴിഞ്ഞ വർഷം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഈ പ്രാവശ്യം എൻ്റെ കൊച്ചെൻ്റെ ഒപ്പം ഉണ്ടാവണേ എന്ന് പറഞ്ഞ് കരഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ആ സമയത്തൊന്നും അത്ര ഡൗൺ ഒന്നും ആയില്ല. ഡൗൺ ആയിട്ടുണ്ട്, ഡിപ്രഷനിലൂടെ 6 മാസം കടന്നു പോയിട്ടുണ്ട്. ഒരു മെഡിസിനോ ഒന്നുമല്ല. ഞാൻ ദൈവത്തിനോട് എൻ്റെ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നത് പ്രാർത്ഥനയെന്ന് ആണ് എനിക്ക് തോന്നിയത്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചിട്ട് അത് ഓവർകം ചെയ്ത്. അതേപോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇപ്പോൾ ഡൗൺ ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചു നിങ്ങൾക്ക് ലൈഫിൽ എന്തോ നല്ലത് വരാനുണ്ട്. അത്ര എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ ലൈഫിൽ നമ്മൾ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യണം, ചിലവർക്ക് ഫാസ്റ്റായിട്ട് അത് റിസൾട്ട് കിട്ടും, ചിലവർക്ക് സ്ലോ ആയിരിക്കും. പക്ഷേ സ്ലോ ആയിട്ട് കിട്ടണവർക്ക് ഫാസ്റ്റ് ആയിട്ടാണെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്യുക, നല്ലൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നടക്കും. അപ്പം എനിക്ക് എല്ലാവരും എൻ്റെ ഈ ഒരു യൂട്യൂബ് കാണുന്നവർക്ക് എല്ലാവർക്കും അടിപൊളി വർഷമായിരിക്കട്ടെ അടുത്ത 2025. അപ്പം എനിക്ക് ഇത്രേ പറയാനുള്ളൂ കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ, നമുക്കെന്നാൽ കൺക്ലൂഡ് ചെയ്താലോ.